ഹായ് നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഒരു സ്പെയർ പാർട്സിൻ്റെ ഒരു മായാലോകം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഏരിയയാണ് നിങ്ങളിന്ന് കാണിക്കാൻ പോകുന്നത്. ഏകദേശം റെയിൽവേ സ്റ്റേഷന് പുറകിലായിട്ടാണ് ഈ ഷോപ്പുകളെല്ലാം ഉള്ളത്. ഷോപ്പുകൾക്ക് കയ്യും കണക്കുമില്ല, അത്രയധികം ഷോപ്പുകൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ട് സൈഡിലായിട്ട് അകത്തേക്കും പുറത്തേക്കും എല്ലാം അതിവിശാലമായിട്ടാണ് കിടക്കുന്നത്. ഒരു വാഹനത്തിന് ആവശ്യമായിട്ടുള്ളത് എന്തും ഈ മാർക്കറ്റിൽ ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലായത്. അത് ചെറുതെന്നോ വലുതെന്നോ ഇല്ല. ബൈക്കുകളാണെങ്കിലും കാറുകളാണെങ്കിലും ലോറികളാണെങ്കിലും ബസ്സുകളാണെങ്കിലും എന്തിനു വേണ്ടിയിട്ടും പറ്റുന്ന അത്രയ്ക്ക് സ്പെയർ പാർട്സിൻ്റെ ഷോറൂമുകളും ഷോപ്പുകളുമൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ഈ റെയിൽവേ സ്റ്റേഷന് സമീപമായി കാണുന്ന ഈ ഒരു മാർക്കറ്റ്. അങ്ങ് അകലെ അങ്ങോട്ട് അകലെ അങ്ങ് പോവുക കേട്ടോ. അതിന് മാത്രം ഷോപ്പുകളുണ്ട്. ഇതാണ് മന്തി ഹൗസിലേക്കുള്ള പാർക്കിംഗ് കേട്ടോ. പിന്നെ കോഴിക്കോടുള്ളതിൽ ഇവിടുത്തെ സ്പെയർ പാർട്സ് ഷോപ്പുണ്ട്. എന്തോരം നോക്കിയേ, എല്ലാത്തിൻ്റെ ഉണ്ട് കേട്ടോ. എല്ലാ ടൈപ്പ് സ്പെയർ പാർട്സും ഉണ്ട്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് പുറകിലത്താണ് ലോറി സ്റ്റാൻഡ് റോഡ്. ഇതുണ്ട്, മൊത്തം ഉണ്ട് കേട്ടോ. കാറുകളുടെയൊക്കെ ഉണ്ട്, എല്ലാ ടൈപ്പും ഉണ്ട്. വലിയ വണ്ടികളുടെയൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ ടൈപ്പും ഉണ്ട്. ഓരോ വണ്ടികളുടെയൊക്കെ ബോഡി അതുപോലെ വേണേലും തരും. ഇവിടെ ടയറിൻ്റെ, ഇവിടെ സ്പെയർ പാർട്സുകൾ, പിന്നെ മുകളിലൊക്കെ ഫ്രഷ് ആയിട്ടുള്ളതുണ്ട്. ഇതൊക്കെ മൊത്തം കാറിൻ്റെ ആണ് കേട്ടോ. കാറ് ഐറ്റംസിൻ്റെ ഉണ്ട്. ഇതിൻ്റെ അകത്തേക്കൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടൊന്നും നോക്കാത്തത്. ഇവിടെ നിന്ന് ഇതിൻ്റെ അകത്തേക്കൊക്കെ ഉണ്ട് കേട്ടോ. അത് അങ്ങോട്ട് പോയാലുണ്ട്, ഇങ്ങോട്ട് പോയാലുണ്ട്. അവിടെ കൊണ്ടേ മറ്റേ ഇത് നോക്കിട്ടേ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഈ മന്തി ഹൗസ് എന്ന് പറയുന്ന ഈ കട കാണാൻ ഇവിടെ നിന്ന് മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ അപ്പുറം ഇപ്പോൾ അടുത്തെല്ലാം ഇതാണ് മന്തി ഹൗസ്. നല്ലൊരു മന്തി കിട്ടുന്ന സ്ഥലമാണ്, പക്ഷേ ആർക്കും അറിയത്തില്ല ഇത്. അങ്ങനെ നമ്മൾ മന്തി കഴിക്കാൻ വേണ്ടി മന്തി ഹൗസിൽ വന്നിരിക്കുകയാണ്. വെയിറ്റിങ്ങിലാണ്. ആ ഗ്ലാസ്സൊക്കെ നോക്കിയേ, വലിയ മറ്റേ എന്താ പറയുക, നാഴി പോലത്തെ ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ നമ്മൾ കോഴിക്കോട് വന്നപ്പോൾ തന്നെ ആദ്യം തിരക്ക് നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങൾ തിരക്കിനകത്ത് ഒന്ന് ഇതാണ്. നമ്മൾ മന്തി കിട്ടി. അതിൽ നമുക്ക് കിട്ടിയ മന്തി നമ്മൾ ഇവിടുത്തെ അൽഫാം മന്തിയും അതുപോലെ തന്നെ ബീഫ് മന്തിയും നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടും ഓരോന്ന് വെച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ ക്വാർട്ടർ വെച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അത് നമ്മളൊന്ന് കഴിച്ച് നോക്കിയാണ്. മന്തി എന്തായാലും നല്ലത് തന്നെയാണ് കേട്ടോ. നമ്മുടെ അടുത്ത് പറഞ്ഞവരും ഭക്ഷണപ്രിയരാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ കുറച്ച് നടന്നിട്ടാണെങ്കിലും ആ സ്പെയർ പാർട്സുകളുടെ ഇടയിലൂടെയൊക്കെ നടന്ന് നമ്മളിവിടം വരെ എത്തിയത്. പക്ഷേ എന്താണെങ്കിലും ഈ ഒരു സ്ഥലം പലർക്കും അറിയില്ല എന്നുള്ളതാണ് പ്രശ്നം. കാരണം അതിൻ്റെ പുറകിൽ കൂടി നമ്മൾ കുറച്ചൊന്ന് നടന്നാൽ മതി. പക്ഷേ പലർക്കും ഈ ഒരു സ്പോട്ട് അറിയില്ല. എന്തായാലും നല്ല ഭക്ഷണമാണ്. ബീഫ് മന്തിയും അതുപോലെ തന്നെ നമ്മൾ വാങ്ങിച്ച അൽഫാം മന്തിയും സൂപ്പറാണ്. എനിക്ക് തോന്നുന്നു അൽഫാം മന്തിയേക്കാൾ ഒന്നുകൂടി ഒരു പടി മുന്നിൽ ബീഫ് മന്തി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഒപ്പം നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വാഹനങ്ങളുടെ എന്തെങ്കിലുമൊക്കെ സ്പെയർ പാർട്സ് വാങ്ങിക്കാനുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരും സൈനിങ് ഔട്ട് മൻസൂർ.